നമസ്തേ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. പുതുവത്സര ഫലത്തിലേക്ക് എങ്ങനെയാണ് ഓരോരോ രാശിക്കാർക്കുള്ള അനുഭവ ഗുണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിൽ മേടം രാശി മുതൽ മീനൻ രാശി വരെയുള്ള നക്ഷത്രക്കാർക്ക് 27 നക്ഷത്രക്കാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളായിരിക്കും അനുഭവവേദ്യമാകുന്നത്. ഈ രാശിഫലം പറയുമ്പോൾ പ്രത്യേകിച്ച് വ്യാഴം, രാഹുകേതുക്കൾ, ശനി ഈ ഗ്രഹങ്ങളെ കൊണ്ട്, അതായത് ഈ ഗ്രഹങ്ങൾ പൊതുവെ ഒരു വർഷത്തിലേറെ ഓരോ രാശിയിലും സഞ്ചരിക്കുന്നതാണ്. വ്യാഴം 1.25, രാഹുകേതുക്കൾ ഏകദേശം 1.5, അതേപോലെ ശനി അഥവാ മന്ദൻ 2.5 വർഷക്കാലവും ഓരോ രാശിയിലും സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പൊതുവെ ഫലങ്ങൾ പറയുന്നത്. ഇതിൽ തന്നെ വ്യാഴം മാത്രമേ മാറ്റമുള്ളൂ. മേടത്തു നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു ഫലം മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കാനുള്ളൂ. ബാക്കി മറ്റ് ഗ്രഹങ്ങളായ ഒരു മാസത്തിനിടയിൽ സഞ്ചരിക്കുന്ന മറ്റ് ഗ്രഹങ്ങളായ ആദിത്യനും ശുക്രനും ബുധനും കുജനുമൊക്കെ ഓരോ മാസവും ഓരോരോ രാശികളിലായിട്ട് മാറി മാറി പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബുധൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഫലങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാസഫലത്തിലാണ് പൊതുവെ പറഞ്ഞു പോകുന്നത്. പൊതുഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം ഇത് ചിന്തിക്കുമ്പോൾ ഓരോരോ വ്യക്തികളുടെയും ജാതകത്തിലെ ദശ അപഹാര കണക്കുകളും ഏത് ദശയിലാണ് ഓരോരുത്തർ ജനിച്ചിട്ടുള്ളത്, ആ ദശയുടെ അടിസ്ഥാനത്തിൽ നല്ല തരത്തിലുള്ള ദശയാണോ നിങ്ങൾക്ക് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അപഹാര കാലഘട്ടമാണോ അനുഭവിക്കുന്നതെന്ന് നോക്കിയും, കൂടാതെ നിങ്ങളുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും ബലഫലങ്ങളും അനുസരിച്ചാണ് ഫലം നിരൂപിക്കുന്നത്. പൊതുഫലത്തിൽ സാമാന്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് അറിയാനിടയായാൽ അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. മോശാവസ്ഥയാണെങ്കിൽ കുറേ കൂടെ നല്ല അവസ്ഥ, ബെറ്റർ അവസ്ഥയൊക്കെ ആവാനായിട്ടുള്ള സാധ്യതയിലേക്ക് നമ്മൾ പോകും. ഇതാണ് ഇന്നത്തെ നിരൂപണം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാൽ അടങ്ങുന്നതാണ് മേടം രാശി. ഈ മേടം രാശിയിലെ അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവും അവരുടെ പൊതുവായിട്ടുള്ള അനുഭവങ്ങൾ ആദ്യം നോക്കാം. ആരോഗ്യമുള്ള ശരീരം, ദീർഘായുസ്, നീളമുള്ള മുഖം, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള നിശ്ചയദാർഢ്യം ഇവ ഇവർക്കുണ്ടായിരിക്കും. കൂടാതെ ഇവരെല്ലാവരും തന്നെ ഈശ്വരവിശ്വാസികളായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ കേതു ദശയിലാണ് ജനനം. ഇവരുടെ സ്ത്രീ പുരുഷ ഭേദമന്യേ വളരെ കഠിനമായിട്ടുള്ള ഈശ്വരവിശ്വാസികളായിട്ടും കണ്ടിട്ടുണ്ട്. കർമ്മരംഗത്ത് ശോഭിക്കുന്നവരും വാക്കുകളിൽ മിതത്വം പാലിക്കുന്നവരുമായിരിക്കും ഇവർ. ശുചിത്വ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാണിവർ. നട്ടെല്ല്, നാഡീ ഞരമ്പുകൾക്കുള്ള ബലക്ഷയം ഇവയൊക്കെയാണ് ഇവരുടെ രോഗങ്ങൾ. പൊതുവായിട്ട് ഇവരെ അലട്ടുന്ന രോഗങ്ങൾ ഇവയൊക്കെയാണ്. അടുത്ത ഭരണി നക്ഷത്രം. ഈ ഭരണി നക്ഷത്രത്തിലെ പുരുഷന്മാർ വളരെ സുവിമാന്മാരും
എന്നാൽ എല്ലാവരുടെയും ദോഷങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രാപ്തരുമായിരിക്കും. സ്വന്തം ധർമ്മത്തിലും പുണ്യപ്രവൃത്തിയിലും ഇവർ ഉറച്ചു നിൽക്കും. ക്ഷിപ്രകോപവും എടുത്തുചാട്ടമുള്ള സംസാരവും ഇവർ ശത്രുക്കളെ ഉണ്ടാക്കും. ആരെയും വകവയ്ക്കാത്ത ഒരു സ്വഭാവവിശേഷവും ചിലർ പ്രകടിപ്പിക്കാറുണ്ട്. ഇവർ വിദ്യാഗുണവും ഉന്നത തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും. കൃഷിയിലും വ്യവസായത്തിലും താല്പര്യമാണ്, അത് ശോഭിക്കുകയും ചെയ്യും. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ പരിശ്രമശാലികളും എന്തും ചെയ്യാനുള്ള കഴിവുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത്. ദന്തരോഗങ്ങളും ശിരോരോഗങ്ങളും ഇവിടെ ബാധിക്കാറുണ്ട്. അടുത്ത കാർത്തിക നക്ഷത്രം. കാർഷിക നക്ഷത്രത്തിലെ പുരുഷന്മാർ ആരോഗ്യമുള്ള ശരീരപ്രകൃതിക്കാരും സംഭാഷണ ചാതുര്യമുള്ളവരുമായിരിക്കും. സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നതി ഉണ്ടാക്കുന്നവരാണ് ഇവരിലേറെ. കുടുംബ സ്വത്ത്, വീട് എന്നിവ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവുള്ളവരായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാര്യപ്രാപ്തിയുള്ളവരും സാമർഥ്യമുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ. കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിത സൗഭാഗ്യത്തിന് കുറവുള്ളവരും അമിതമായ അധ്വാന കൂടുതലുള്ളവരുമായിട്ടാണ് ഇവരെ കാണാറുള്ളത്. പ്രധാനമായിട്ടും നേത്ര രോഗങ്ങളും ശിരോരോഗങ്ങളും ഇവരിൽ കണ്ടുവരാറുണ്ട്. മേടം രാശിയിലെ ഇമേൽ പറഞ്ഞ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിക്കാം. മേടം രാശിയിൽ തന്നെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഗുണഫലം ഏറെ നിൽക്കും. ഇതുകൂടാതെ ഇവരുടെ 5ാം ഭാവത്തിലുള്ള സന്തതികളെ കൊണ്ടുള്ള ഗുണം മേടം രാശിക്കാർക്ക് ഉണ്ടാകും. 6ാം ഭാവത്തിലെ കേതു ഗുണകരമാണ്. 7ലേക്കുള്ള മേടം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഗുണകരമാണ്. അതായത് വിവാഹത്തിന് കാലതാമസമുള്ളവർ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നടക്കും. പക്ഷെ ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. 9ാം ഭാവാധിപതിയും 12ാം ഭാവാധിപതിയുമായിട്ടുള്ള വ്യാഴമാണ് ലഗ്നത്തിൽ നിൽക്കുന്നതെങ്കിൽ കൂടി ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാകും. വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിക്കാം. കൂടാതെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും മേടം രാശിക്കാർക്ക് നല്ലതാണ്. വളരെയധികം ചിലവ് അധികരിച്ച വർഷമായിരിക്കും ഇത്. കാരണം 12ാം ഭാവത്തിലുള്ള സർപ്പൻ ചിലവ് ഉണ്ടാക്കിത്തരും. 10ഉം 11ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 11ൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് മേടം രാശിക്കാർക്ക് ഗുണകരമാണ്. അതോടൊപ്പം ലാഭകരമായിട്ടുള്ള അവസ്ഥയും ഉണ്ടാവുമെന്നർത്ഥം. ബിസിനസ്സുകാർക്ക് ലാഭമുണ്ടാകും. മറ്റ് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ലാഭകരമായിട്ടുള്ള നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മം കൊണ്ട് ഗുണമുണ്ടാകും, അതിൽ ലാഭം ഉണ്ടാകും. കാരണം കർമാധിപൻ തന്നെയാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മം കൊണ്ട് ഗുണമുണ്ടാവും, ലാഭമുണ്ടാവും. ഈ ലാഭം കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ മാത്രം നോക്കിയാൽ മതി. ധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ ഗൃഹം നിർമ്മാണത്തിന് താല്പര്യമുള്ളവർക്ക് അത് തുടങ്ങാം. അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ധനച്ചെലവ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നല്ലൊരു കാര്യത്തിനാവട്ടെ, വീട് നിർമ്മാണത്തിനാകട്ടെ, ദാനധർമാദികൾക്കാകട്ടെ, സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിനാവട്ടെ, ഇവയൊക്കെ നമുക്ക് മേടം രാശിക്കാർക്ക് ശ്രമിക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധ വച്ച് മുന്നോട്ട് പോയാൽ ഗുണകരമായിട്ടുള്ള മാറ്റം മേടം രാശിക്കാർക്ക് ഉണ്ടാകുന്നതുമാണ്. അടുത്തത് ഇടവൻ രാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തരയും അടങ്ങുന്നതാണ് ഇടവൻ രാശി. ഈ രാശിക്കാരിൽ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലം, അതായത് അവരുടെ സാമാന്യ രീതിയിലുള്ള ഫലം അവരുടെ ജന്മത്തിൽ എങ്ങനെ അനുഭവിക്കുന്നു നോക്കാം. ചന്ദ്രദശയിലാണ് ഇവരുടെ ജനനം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ ശരീര സൗന്ദര്യമുള്ളവരും പലവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ടവരായിരിക്കും. ധനഹാനിയും തൊഴിൽ തടസ്സവും ഇവരെ നേരിടും. ഒരു 30 വയസ്സിന് ശേഷമുള്ള ഗുണഫലങ്ങളാണ് ഇവർ ഏറെക്കുറവും അനുഭവിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ശത്രുക്കൾ ഇതുമൂലം ഉണ്ടാകുകയും ചെയ്യും. ഇത് സ്വാഭാവികമാണ്. തൊഴിൽ സ്ഥലത്തോ
അന്യദേശത്ത് മാറി താമസിക്കാനുള്ള ഇട ഇവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. കൂട്ട് ബിസിനസ്സുകൾ ഇവർ ശോഭിക്കാറില്ല. രോഹിണി നക്ഷത്രത്തിലെ സ്ത്രീകൾ ശുചിത്വത്തിലും ആഡംബരത്തിലും പ്രാധാന്യം കൽപ്പിക്കും. കൂടാതെ അനുകരണത്തിലും ഒരു ശ്രദ്ധ പുലർത്താറുണ്ട്. ഒരു ആരോഗ്യമുള്ളവരും സ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നവരുമാണ്. രക്തദോഷവും നേത്ര സംബന്ധമായിട്ടുള്ള അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇവിടെ അലട്ടാറുണ്ട്. ചിലരെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ബാധിക്കാറുണ്ട്. അടുത്തതായിട്ട് മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാരുടെ ആദ്യ ദശാകാലം ചൊവ്വയാണ്. പുരുഷന്മാർ കാര്യപ്രാപ്തിയുള്ളവരും ആത്മവിശ്വാസ കുറവുള്ളവരുമായിരിക്കും. താമസ സ്ഥലത്തോ ജോലിസ്ഥലത്തോ സ്ഥിരത ഇവർക്കുണ്ടാവില്ല. സത്യസന്ധത ഇവരുടെ കൂടപ്പിറപ്പാണ്. എന്നാൽ ഇവർക്ക് തിരികെ ഇതേ സത്യസന്ധത ഉള്ള അവസ്ഥകൾ ലഭിക്കാറുമില്ല. അടിയുറച്ച ഈശ്വരവിശ്വാസികളാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ. അവർക്ക് വാക്സാമർത്ഥ്യം, ഈ സ്ത്രീകൾക്ക് വാക്സാമർത്ഥ്യവും സൗന്ദര്യവും ഉണ്ടായിരിക്കും. ഇവർ ഈശ്വരവിശ്വാസികളെപ്പോലെ തന്നെ ദാനധർമാദികളിലും താല്പര്യമുണ്ടായിരിക്കും. ഉദര രോഗങ്ങളും നാഡീരോഗങ്ങളും ഈ നക്ഷത്രക്കാരെ ബാധിക്കാറുണ്ട്. ഇനി ഇടവക്കൂറുകാരിലെ പൊതുഫലം എങ്ങനെയാണെന്ന് നോക്കാം. ഇടവക്കൂറുകാർക്ക് 12-ലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് മാസത്തോടുകൂടി ഇടവൻ രാശിയിലേക്ക് വ്യാഴമാറ്റം ഉണ്ടാകും. ഈ രാശിക്കാർക്ക് 9ഉം 10ഉം ഭാവാധിപതിയായിട്ടുള്ള മന്ദൻ, അതായത് ശനി 10ാം ഭാവത്ത് തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള ഗുണം തന്നെയാണ് പറയേണ്ടത്. ഭാഗ്യാധിപതിയാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നുള്ളതുകൊണ്ട് തൊഴിൽ സ്ഥാനത്ത് നേട്ടങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ഈ 2.5 വർഷക്കാലത്തിനകത്തുള്ള നേട്ടമാണ് ഉണ്ടാക്കേണ്ടതെന്ന് അർത്ഥം. 11ാം ഭാവത്ത് ലാഭസ്ഥാനത്ത് സർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് അത് വളരെയധികം ഗുണം ചെയ്യുമെന്നർത്ഥം. പക്ഷേ ഇപ്പോൾ അധിക ചെലവിൻ്റെ ഒരു കാലഘട്ടമായിരിക്കാം. ഈ അധിക ചെലവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക, ഇല്ല എന്നുണ്ടെങ്കിൽ വീട് പണിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള തിരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഒരു അസറ്റായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് നന്നായിരിക്കും. ഇടവക്കൂറുകാർ അവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് നല്ലതാണ്. കാരണം ഇവരുടെ 5ാം ഭാവത്തിലെ രാശിയിൽ കേതു നിലനിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതിനൊരു ശ്രദ്ധ കൃത്യമായിട്ട് കൊടുക്കണം. ഇതിന് അർത്ഥം സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ എന്നല്ല, സന്താനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഇതുകൂടാതെ വിവാഹത്തിനൊക്കെ സാധ്യത തെളിഞ്ഞു വരും. അത് മെയ് മാസത്തിൽ വിവാഹത്തിന് താല്പര്യമുള്ളവരോ അതിനുള്ള പ്രായമായവർക്കോ അത് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കോ തീർച്ചയായിട്ടും മെയ് മാസത്തിന് ശേഷം അതിനുള്ള സാധ്യത വളരെയധികം തെളിഞ്ഞു വരും. ഭാഗ്യഭാവവും ഒക്കെ മെയ് മാസത്തിന് ശേഷം അനുകൂലമായിട്ട് വരികയും ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള അവസ്ഥ മെയ് മാസത്തിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകുക. അടുത്തതായി മിഥുനം രാശി. മകയിരത്തരയും തിരുവാതിരയും പുണർത്തിത്തി മുക്കാലും അടങ്ങുന്നതാണ് മിഥുനം രാശി. അതിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം വിലയിരുത്താം. രാഹു ദശയിലാണ് ഇവരുടെ ജനനം. ഇവർ ജീവിതത്തിൽ ധനസമ്പാദനത്തിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അന്യരെ രസിപ്പിക്കുന്നതിനുള്ള കഴിവ് ഇവരിൽ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. ഇവരുടെ തൊഴിൽ മേഖല സ്ഥിരതയുള്ളതായിരിക്കില്ല. എങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് മനസ്സ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവവിശേഷം ഇവർക്കുണ്ടായിരിക്കും. പെട്ടെന്ന് നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചില സമയങ്ങളിൽ പരാജയം ഇവർക്കുണ്ടാവാറുണ്ട്. അറിവുള്ളവരിൽ നിന്നും ഉപദേശങ്ങൾ തേടാൻ മടി ഉള്ളവരാണിവർ. എന്നാൽ അത് നേടുന്നത് നല്ലതുമായിരിക്കും. ഈ നക്ഷത്രത്തിലെ
സ്ത്രീകളുടെ സ്വഭാവം ഏകദേശം മേൽ പറഞ്ഞവ രീതിയിലാണെങ്കിലും ചില അസുഖങ്ങളും ഇവരെ അലട്ടാറുണ്ട്. വാതരോഗങ്ങളും മുഖസംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇവരെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാറുണ്ട്. അടുത്തതായി പുണർതം നക്ഷത്രം. പുണർതം നക്ഷത്രക്കാരുടെ ജനനം വ്യാഴദശയിലാണ്. ദൈവഭക്തിയും കോപവും നേതൃത്വ വാസനയും വാക് സാമർഥ്യവും ഇവർക്കുണ്ടായിരിക്കും. ചിലർക്ക് രോഗഭീതി ഉണ്ടായിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ജനിച്ച വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള താല്പര്യം ഇക്കൂട്ടർക്കുണ്ടായിരിക്കും. ആരോട് പെട്ടെന്ന് ഇടപഴകാനുള്ള കഴിവും സന്മനസ്സും ഇവർക്കുണ്ടായിരിക്കും. മനഃശക്തി വളരെ കുറവാണ് ഇവർക്ക്. കലാ കായിക മേഖലകളിലും അധ്യാപനത്തിലും ഈ കൂട്ടർ ശോഭിക്കും. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ വാക്കുകളിൽ മിതത്വം പാലിക്കുന്നവരാകയാൽ തന്മൂലമുള്ള കഷ്ടനഷ്ടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ എല്ലാവിധ ജീവിത വിജയങ്ങളും ഇവർ നേടിയെടുക്കുകയും ചെയ്യും. ഉദര രോഗങ്ങളും രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങളും ഇവരെ അലട്ടാറുണ്ട്. മിഥുനം രാശിക്കാരുടെ ഫലങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മിഥുനം രാശിക്കാരുടെ 8ഉം 9ഉം ഭാവാധിപതിയായിട്ടുള്ള ശനിയാണ് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പം ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് അനുകൂലമാണെന്നർത്ഥം. 4ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള അവസ്ഥയല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗൃഹനിർമ്മാണം പോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് അതിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ടാവും. കൂടാതെ കർമ്മസ്ഥാനത്ത് വ്യാഴ രാശി മീനം രാശിയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ 10ാം ഭാവത്തിൽ സർപ്പൻ സഞ്ചരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതയോ അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള വരികയോ ചെയ്യും. ശരിക്കും നിലവിൽ തൊഴിലുള്ളവർ ആ തൊഴിൽ വിട്ടു പോകാതെ അതിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അവരുടെ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഫലം കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ജാതകത്തിൽ 11ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് അടുത്ത മെയ് മാസം 12ലേക്ക് മാറും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങളുള്ളവർക്ക് 12ലേക്ക് വ്യാഴമാറ്റം ഒന്ന് ശ്രദ്ധിക്കുന്നതും കൂടി നന്നായിരിക്കും. ചിലവുകൾ അധികരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രാശിക്കാരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് നടക്കും. വിവാഹ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ രാശിക്കാർ ആഗ്രഹിക്കുന്നവരുടെ വിവാഹ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഗുണം ഏറെയും ദോഷം കുറവും ഉള്ള സമയമായിരിക്കും ഇവർ അനുഭവിക്കുക എന്നർത്ഥം. അടുത്തതായി കർക്കിടകം രാശി. പുണർത്തി മുക്കാലും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടക രാശി. അതിൽ പൂയം നക്ഷത്രക്കാരുടെ സാമാന്യ ഗുണഗണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ശനി ദശയിലാണ് ഇവരുടെ ജനനം. ഈ നക്ഷത്രക്കാരിലെ പുരുഷന്മാർ സന്തോഷശീലരും ധനം, വിദ്യ, കുടുംബം, വാഹനം, സന്താനം, ഭാഗ്യം എന്നിവയൊക്കെ ഉള്ളവരുമായിരിക്കും. ചില വ്യക്തികൾക്ക് കോപം അധികരിച്ച് കണ്ടിട്ടുള്ളതായിട്ടുണ്ട്. ചെറുപ്പത്തിൽ കഷ്ടതകൾ അനുഭവിക്കുവാനും ഇടയുണ്ട്. വാക് സാമർഥ്യം ഇവർക്ക് കൂടുതലായിട്ടുണ്ടാവും. ജാതി മത ഭേദമന്യേയുള്ള എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. അടിയുറച്ച ഈശ്വര വിശ്വാസവും ഇവരിൽ മിക്കവർക്കും ഉണ്ടായിരിക്കും. ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരിൽ നിന്ന് പലതരത്തിലുള്ള ദോഷഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള ഇടയുണ്ട്. ഇവർ ഏതെങ്കിലും ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ അതിലെന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും സഹിക്കാൻ തയ്യാറാണ്. പൂയം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ കുടുംബ ഐശ്വര്യമുള്ളവരും സൗന്ദര്യമുള്ളവരും ബന്ധുഗുണമുള്ളവരും
നല്ല ആരോഗ്യമുള്ള ശരീരവും അധികാരപ്രാപ്തിയുള്ളവരും ആയിരിക്കും. ചിലർ സാധു സ്വഭാവവും പ്രകടിപ്പിക്കാറുണ്ട്. പ്രധാനമായിട്ട് ഇവരെ ജലദോഷങ്ങളോ ഉദരരോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഒക്കെ അലട്ടാറുണ്ട്. അടുത്തതായിട്ടുള്ളത് ഇതിൽ വരുന്ന ആയില്യം നക്ഷത്രക്കാരെയാണ്. ആയില്യം നക്ഷത്രക്കാർ ബുധദശയിലാണ് ജനനം. ഇവർ ധനവാനും അല്പം ക്രൂര സ്വഭാവമുള്ളവരുമായിരിക്കും. വിദ്യയിൽ ഉന്നരും മറ്റുള്ളവരെ ഉപദേശിക്കാൻ തക്കമുള്ള അറിവുള്ളവരും നേതൃത്വ ശേഷി ഉള്ളവരുമായിരിക്കും ഇവരിലേറെ. വാക്ചാതുര്യം ഇവർക്കുണ്ടായിരിക്കും. ഷാഠ്യബുദ്ധിയും ചില സമയങ്ങളിൽ ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. ആളും തരവും നോക്കാതെയുള്ള ഇവരുടെ കൂട്ടുകെട്ട് നാശത്തിലേക്ക് നയിക്കാറുമുണ്ട്. വളരെ സൂക്ഷിച്ച് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരിലെ സ്ത്രീകൾ ഈശ്വരവിശ്വാസികളും കുടുംബ ജീവിത സൗഖ്യ കുറവുള്ളവരും മനക്ലേശങ്ങൾ അധികരിച്ചവരുമായിരിക്കും. ഇവരുടെ ശരീരത്തിൽ നീര് ഉണ്ടാകുന്ന രോഗവും രക്തക്കുറവും ഇവരെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാറുണ്ട്. കർക്കിടകൻ രാശിക്കാരുടെ പൊതുഫലങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ 3-ാം ഭാവത്തിലുള്ള കേതു ഇവർക്ക് അനുകൂലമാണ്. അതുകൂടാതെ 9-ൽ നിൽക്കുന്ന സർപ്പൻ, 7ഉം 8ഉം ഭാവാധിപതിയായിട്ടുള്ള ശനിയും 9-ൽ നിൽക്കുന്ന സർപ്പനുമുണ്ട്. അതിൽ 7ഉം 8ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി, അഷ്ടമശനി ഇഷ്ടമായിട്ടുള്ള ഫലം ചെയ്യും എന്ന് പറയാറുണ്ട്. ഇഷ്ടഫലം എന്ന് പറഞ്ഞാൽ കഷ്ടത വരുത്തില്ല എന്നർത്ഥം. അഷ്ടമശനി ദോഷം ചെയ്യുമെന്നോ പലരും പറയാറുണ്ടെങ്കിലും കാരണം കുറച്ച് ഗുണങ്ങളൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ദീർഘായുസ് കൊടുക്കും, മറ്റ് പല കാര്യങ്ങൾക്കും ഉപകാരം ഉണ്ടാവുകയും ചെയ്യും. 10-ാം ഭാവത്തിലെ വ്യാഴം തീർച്ചയായിട്ടും ഇവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ജോലിയുള്ളവർക്ക് നല്ല രീതിയിൽ അത് തുടരാനുള്ള സാധ്യതയുണ്ടാകും. കാരണം മെയ് മാസമാകുമ്പോൾ വ്യാഴം 11-ലേക്ക്, കർക്കിടക രാശിയുടെ 11-ലേക്കുള്ള മാറ്റം ഉണ്ടാവും. അതുമൂലം കൂടുതൽ നേട്ടങ്ങളെ ഈ രാശിക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും കർക്കിടക രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്കുള്ള സമയമാണ്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഗുണകരമായിട്ട് വരികയും ചെയ്യും. വിവാഹ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രമിക്കുന്നവർക്ക് 8-ൽ നിൽക്കുന്ന ശനി അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും കാര്യമായിട്ടുള്ള ശ്രമം നടത്തണം. കാരണം 8-ാം ഭാവത്ത് നിൽക്കുന്ന ശനി അടുത്ത ഇടയ്ക്കൊന്നും മാറ്റം ഉണ്ടാവില്ല. ശനി പ്രീതികരമായിട്ടുള്ള ശാസ്താപ്രീതി, ശനിപ്രീതിക്ക് വേണ്ടി ശാസ്താപ്രീതിയാണ് ഏറ്റവും നല്ലത്. ശാസ്താപ്രീതിപരമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ ഇവരുടെ വിവാഹ വിഷയങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ടാവും. 9-ൽ നിൽക്കുന്ന സർപ്പദൈവങ്ങളെ കാര്യമായിട്ട് ഇവരും പ്രാർത്ഥിക്കണം. കൂടാതെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തതായി ചിങ്ങം രാശി. മകവും പൂരവും ഉത്രത്തിക്കാലും അടങ്ങുന്നതാണ് ചിങ്ങക്കൂർ. അതിൽ മകം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം നോക്കാം. മകം നക്ഷത്രക്കാർ ശത്രുക്കളിൽ നിന്നും എന്തിനേറെ അയൽക്കാരിൽ നിന്ന് പോലും പ്രശ്നങ്ങളെ ഏറ്റുവാക്കാൻ സാധ്യതയുള്ള കൂട്ടത്തിലാണ്. അറിവ് നേടാനുള്ള ആഗ്രഹം ഇവരിൽ ഏറിയ കുറവുണ്ട്. കൂടാതെ ത്യാഗ മനോഭാവമുള്ളവരുമുണ്ട്. ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നയശീലരും ജ്ഞാനികളും മിതഭാഷികളും ആയിരിക്കും ഇവർ. ചിലരിൽ കോപം അധികരിച്ചിരിക്കും. ഭാഗ്യമുള്ളവരുമായിരിക്കും. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ മകം പിറന്ന മങ്ക എന്ന ചൊല്ലോടുകൂടിയാണ് അറിയപ്പെടുന്നതെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നതും കണ്ടിട്ടുണ്ട്. സൗന്ദര്യമുള്ളവരും വ്യക്തിത്വമുള്ളവരും കലാബോധമുള്ളവരുമാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ ഏറിയ കുറവ്. ഇവർ ഭർത്താവിനെ പരിചരിക്കുന്നതിലും വളരെ ശ്രദ്ധബദ്ധരാണ്.
ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും രക്തക്കുറവും അസ്ഥി രോഗങ്ങളും ഇവരെ ബാധിക്കാറുണ്ട്. അടുത്തതായി പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാരിൽ ജനനം ശുക്രദശയിലാണ്. ഇതിലെ പുരുഷന്മാർ മൃദു സംസാരത്തോടു കൂടിയവരായിരിക്കും. അമ്മയോട് വളരെ വാത്സല്യമുള്ളവരായിരിക്കും, വളരെ സ്നേഹമുള്ളവരായിരിക്കും, ദയവുള്ളവരായിരിക്കും, കാഴ്ചയിൽ സുന്ദരന്മാരായിരിക്കും, എല്ലാ കാര്യത്തിലും സമർത്ഥരുമായിരിക്കും. ഇവർ ഉന്നത സ്ഥാനങ്ങൾ നേടുന്നതിന് എല്ലായ്പ്പോഴും ശ്രമിക്കും. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടാനുള്ള പ്രത്യേകിച്ച് താല്പര്യവും കഴിവും ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ആരെയും സഹായിക്കാനുള്ള സന്മനസ് ഇവരിൽ ഭൂരിഭാഗം പേർക്കുമുണ്ട്. പൂരം നക്ഷത്രത്തിലെ സ്ത്രീകൾ സൗഭാഗ്യവും സദാചാരബോധവും നീതിബോധവും ഉള്ളവരായിരിക്കും. ഇവർക്ക് പ്രത്യേക സാമർഥ്യവും പുണ്യകർമ്മങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും സാമാന്യ അറിവുള്ളവരായിരിക്കും ഇവരിൽ ഏറിയ കുറവും. ശിരോരോഗങ്ങളും ഉദരരോഗങ്ങളും ഈ കൂട്ടരിൽ കണ്ടുവരാറുണ്ട്. അടുത്തതായി ഉത്രം നക്ഷത്രം. ആദിത്യ ദശയിലാണ് ഉത്രം നക്ഷത്രക്കാരുടെ ജനനം. ഉത്രം നക്ഷത്രക്കാരെ സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായിട്ട് പരിഗണിക്കാറുണ്ട്. അവർ വളരെ പക്വതയുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. സുഖജീവിതത്തിൽ തൽപരരായിട്ടുള്ളവരും ഇതിൽ ഏറിയ കുറവുണ്ട്. സ്വന്തമായ ഒരു നീതിന്യായ വ്യവസ്ഥ വച്ചു പുലർത്തുന്നതായിരിക്കും ഇവരിലേറെയും. ബാല്യകാലങ്ങൾ ഏറെ കഷ്ടതകൾ അനുഭവിക്കുകയും യൗവനാരംഭം മുതൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളവരുമാണ് ഇതിൽ ഏറിയ കുറവ് ആൾക്കാർക്കും. ഇവരുടെ ഗ്രഹനിലയിൽ ശനി അനുകൂല സ്ഥാനം അല്ലെങ്കിൽ പരാജയവും ഭാര്യയ്ക്ക് രോഗദുരിതവും ഉണ്ടാകാണ്ട് കണ്ടിട്ടുണ്ട്. ഇവരുടെ പണമിടപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അറിയിച്ചുകൊണ്ട് ചെയ്താൽ തന്നെ അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ ചൂഷണ വ്യവസ്ഥയ്ക്ക് ഏർപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നർത്ഥം. വീട്ടുകാരെ പണമിടപാട് കാര്യങ്ങൾ അറിയിക്കണമെന്നർത്ഥം. ഉത്തര നക്ഷത്രത്തിലെ സ്ത്രീകൾ ശാന്ത സ്വഭാവക്കാരും ഗൃഹഭരണ പാഠവമുള്ളവരും ബുദ്ധിശക്തിയുള്ളവരും സഹകരണ മനോഭാവമുള്ളവരും സൗന്ദര്യമുള്ളവരും ദാനധർമാദികൾ താല്പര്യമുള്ളവരുമായിരിക്കും. ശിരോരോഗങ്ങളും വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നാഡീരോഗങ്ങളും ഇവരെ വലയ്ക്കാറുണ്ട്. ഇനി ഈ ചിങ്ങൻ രാശിക്കാരുടെ ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വർഷം ഇവർക്ക് കേതുവും രാഹുവുമാണ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം 2-ലെ കേതുവും 8-ലെ സർപ്പനും കുറച്ച് പ്രശ്നമുണ്ടാക്കുമെന്നർത്ഥം. അന്യദേശവാസം ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ആ ശ്രമം തുടങ്ങിയാൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാകും. ഇത് കൂടാതെ 7-ാം ഭാവത്തിലുള്ള ശനി ചിങ്ങൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ഈ രാശിക്കാരെ കുറച്ച് മന്ദഗതിയിലാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ജീവിത സാഹചര്യത്തിൽ മന്ദത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശാസ്താവിനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത നോക്കണം. പിന്നെ ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും നല്ല ഗുണകരമായിട്ട് നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, മേടൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം അടുത്ത് 10-ാം ഭാവത്തിലേക്ക് ഇടവത്തിലേക്ക് 2024 മെയ് മാസത്തോടുകൂടി മാറുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. അപ്പം ഗുണകരമായിട്ടുള്ള ഒരു പ്ലാനറ്റ് ഇവർക്ക് ഉണ്ടെന്നർത്ഥം. വ്യാഴം തന്നെ. വ്യാഴം സർവേശ്വരകാരകനായതിനാൽ തീർച്ചയായിട്ടും വ്യാഴം കൊണ്ടുള്ള ഗുണം ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും. വിഷ്ണു ഭഗവാനെ കാര്യമായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വിഷ്ണു ഭഗവാനെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ രാഹു കേതുക്കളുടെ സ്വാധീനമുള്ളതുകൊണ്ട് 2-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഇവരറിയാതെ ശത്രുതയുണ്ടാക്കും. 2-ാം ഭാവം വാഗ്ഭാഗമാണ്, ധനഭാവമാണ്. അപ്പോൾ അറിയാതെ നാവിൽ നിന്ന് നമ്മൾ ഉണ്ടാകുന്ന ഓരോ വാക്കുകളും ശത്രുക്കളെ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും 2-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിനെ വളരെ ശ്രദ്ധിക്കണം. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകാനുള്ള സാധ്യതയും ഉണ്ടാക്കണമെന്നർത്ഥം. ഇത് കൂടാതെ 8-ൽ നിൽക്കുന്ന സർപ്പൻ, ഇതും നമ്മളെ കുറച്ചൊക്കെ വഴിതെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്.
തീർച്ചയായിട്ടും രാഹുകേതുക്കൾക്ക് വേണ്ടിയിട്ട് നാഗക്ഷേത്രത്തിലും വ്യാഴത്തിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി കാര്യമായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ച് നല്ലതാണ്. ഇത് കൂടാതെ ശനിദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശാസ്താക്ഷേത്രത്തിലും ദർശനം നടത്തും. അടുത്തതായി കന്നിരാശി. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തരയും അടങ്ങുന്നതാണ് കന്നിരാശി. അതിൽ അത്തം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവിശേഷം നോക്കാം. ഈ നക്ഷത്രക്കാരിലെ പുരുഷന്മാർ കൗശല സ്വഭാവമുള്ളവരും നന്നായിട്ട് വാചക കസർത്ത് നടത്തുന്നവരുമാണ്. പരദ്രവ്യം അനുഭവിക്കാനുള്ള യോഗം ഇവരിൽ പലർക്കുമുണ്ട്. അതിസാമർഥ്യവും ശാന്ത സ്വഭാവവും ഇവരിലുണ്ടാവും. ചിലർ ആഡംബരപ്രിയരുമാണ്. ഏറെയും വശ്യതയാർന്ന ശരീരത്തോടു കൂടിയവരും ജീവിതത്തിൽ ഒരു സ്ഥിരതയില്ലാത്തവരുമാണിവർ. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം അനുസരിച്ച് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. ചന്ദ്രദശയിലാണ് ഇവരുടെ ജനനം. സ്ത്രീകൾ കുടുംബജീവിതം, സദാചാരബോധം, ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ കുടുംബജീവിതത്തിലും സദാചാരബോധത്തിലും നല്ല അടിസ്ഥാനപരമായിട്ട് കൊണ്ടുപോകും. ഇവർക്ക് ശരീരപുഷ്ടി ഉണ്ടാവും. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സാമർഥ്യവും അവർക്കുണ്ടാവും. പനിയും ഞരമ്പ് രോഗങ്ങളും ഇവരുടെ ചിലർ അലട്ടാറുണ്ട്. അടുത്തതായി ചിത്തിര നക്ഷത്രം. ചൊവ്വാദശയിലാണ് ചിത്തിര നക്ഷത്രക്കാരുടെ ജനനം. ധനവാന്മാരും ആഡംബരപ്രിയത്തോടു കൂടിയവരുമാണ് ഇവരിൽ പലരും. ജനിച്ച വീട് വിട്ട് മാറി താമസിക്കുന്നവരായിരിക്കും ഇവരിലേറെ കുറവ്. വാക്സാമർഥ്യത്തിൽ വിജയം ഉണ്ടാവുന്നവരാണ് ഇവരിലേറെ. ആരോടും അതിരി കവിഞ്ഞ സ്നേഹം ഇല്ലാത്തവരുമാണിവർ. സാമർഥ്യം ഇവരിൽ കൂടുതലായിരിക്കും. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുന്നവരാണ് ഇവരിലേറെ കൂടുതൽ. സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം ഇവർക്കുണ്ടായിരിക്കും. അപവാദങ്ങൾ ചെന്നപ്പെടുക അല്ലെങ്കിൽ അപവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് ഇത്തരക്കാർ അപവാദങ്ങൾ ഉണ്ടാക്കിയാലും മനോവിഷമത്തിൽ ഏർപ്പെടേണ്ട കാര്യമില്ല. അക്ഷരങ്ങൾ കൊണ്ടുള്ള ഉപജീവന മാർഗം ഇവർക്ക് നല്ലതാണ്. കാരണം ബുധൻ അവരെ നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്നർത്ഥം. തൊഴിൽ സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് ഇവർക്ക് നേരിടേണ്ടി വരും. ചിത്തിര നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ശരീര സൗന്ദര്യമുള്ളവരും ആഭരണപ്രിയരും അന്യദേശവാസം ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. കൂടാതെ വ്യക്തി മാഹാത്മ്യം ഇവർക്ക് ഉണ്ടായിരിക്കും. നട്ടെല്ല്, ബലക്ഷയം, സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അനുഭവിക്കാറുണ്ട്. ഇനി ഈ രാശിക്കാർക്ക്, കന്നിരാശിക്കാർക്ക് ഈ വർഷം ഉണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ നോക്കാം. കന്നിരാശിയിൽ തന്നെയാണ് കേതു നിൽക്കുന്നത്. 7 സർപ്പൻ, 8 വ്യാഴം നിൽക്കുന്നു. കൂടാതെ 5-ാം ഭാവാധിപതിയും 6-ാം ഭാവാധിപതിയുമായിട്ടുള്ള ശനി 6-ൽ നിൽക്കുന്നു. പൊതുവേ ഈ 4 ഗ്രഹങ്ങളും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഭാവത്തിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മെയ് മാസത്തോടുകൂടി ഇടവൻ രാശിയിലുള്ള വ്യാഴമാറ്റം കന്നി രാശിക്കാരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. 5-ാം ഭാവാധിപതി 6-ൽ നിൽക്കുന്നതുകൊണ്ടും അതിൽ 6-ൽ ബലവാനായതുകൊണ്ടും ഇവരിലുള്ള സന്താനങ്ങളെ കൊണ്ടുള്ള വൈക്ലഭ്യം അനുഭവിക്കേണ്ടതായിട്ട് വരും. കൂടാതെ വിദേശയാത്രകൾ, അന്യദേശവാസം, വീട് വിട്ട് പോകാനുള്ള താല്പര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ നക്ഷത്രക്കാരിലുണ്ടാവും, ഈ രാശിക്കാരിലുണ്ടാവും. കാരണം 7-ലെ സർപ്പനും 1-ലെ കേതുവും സ്വസ്ഥതകൾ കുറച്ച് കെടുത്തും. അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ധനച്ചെലവ് അധികരിക്കും.
അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയും ചെയ്യും. ഈ വ്യാഴദൃഷ്ടി ഇവർക്ക് 12-ലുണ്ട്. ഇവരുടെ രാശിയിലെ 12-ൽ വ്യാഴദൃഷ്ടിയുണ്ട്. ധനച്ചെലവുണ്ടാകും. 2-ാം ഭാവത്തിലുണ്ട്. കുറച്ച് ധനം ഉണ്ടാക്കാനും സാധിക്കും. ഇതുകൂടാതെ 3-ാം ഭാവത്തിലും ഈ രാശിയുടെ 4-ാം ഭാവത്തിലും വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് വസ്തു വാങ്ങുകയോ വീട് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാകും. പാർട്ടീഷൻ നടക്കാനുള്ള സാധ്യതകളും ഈ അവസരത്തിൽ ഉണ്ടാകുമെന്നർത്ഥം. വ്യാഴമാറ്റം ഇവർക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഈ രാശിക്കാർ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും രാഹുകേതുക്കൾക്ക് വേണ്ടിയിട്ട് ഗണപതിയെയും നാഗരാജാവിനെയും പ്രാർത്ഥിക്കുന്നതും വ്യാഴത്തിൻ്റെ പ്രീതിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും കന്നിരാശിക്കാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു മാറ്റം ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോവുകയാണ്. അടുത്ത മെയ് മാസമാവണം. അവരവരുടെ ജാതകത്തിലെ ദശ, അപഹാര കാലഘട്ടം, മറ്റ് ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ ഇവയെല്ലാം നോക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള മാറ്റം ഈ രാശിക്കാർക്ക്, കന്നിരാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത തുലാം രാശി. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തി മുക്കാലും അടങ്ങുന്നതാണ് തുലാക്കൂർ. രാഹു ദശയിലാണ് തുലാക്കൂറിൽ ഉൾപ്പെടുന്ന ചോതി നക്ഷത്രക്കാരുടെ ജനനം. ചോതി നക്ഷത്രക്കാരായ പുരുഷന്മാർ വിനയമുള്ളവരും ജീവിത സുഖങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരും മിതമായി സംസാരിക്കുന്ന പ്രകൃതിയും ആയിരിക്കും. കൂടുതൽ ആൾക്കാരും അന്യദേശത്ത് തൊഴിൽ ചെയ്യുന്നതായിട്ടാണ് കണ്ടുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് ഇടയ്ക്കിടെ അനുഭവിക്കാറുണ്ട്. കലകളോട് താല്പര്യമുള്ളവരും ധാരാളം ശത്രുക്കൾ, അപവാദം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കുണ്ട്. എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ ബന്ധുഗുണവും സന്താനഭാഗ്യവും സമ്പത്ത്, ഐശ്വര്യം, സ്വഭാവശുദ്ധി, വാക്കുകളിൽ മിതത്വം, ഭക്തി ഇവയൊക്കെ ഉള്ളവരായിരിക്കും. പ്രധാനമായും നട്ടലിനെ ബാധിക്കുന്ന അസുഖങ്ങളും ചർമ്മരോഗങ്ങളും നാഡീരോഗങ്ങളും ഇവരെ ബാധിക്കാറുണ്ട്. അടുത്തതായി വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യാഴദശയിലാണ് ഇവരുടെ ജനനം. ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർ അതിയായ കോപം ഉള്ളവരും ദേഷ്യമുള്ളവരും വായാടികളും പുത്രയോഗം, സത്പുത്രയോഗമുള്ളവരുമായിരിക്കും. ധനം, വാഹനം എന്നിവയൊക്കെ ഇവർക്ക് നേടാനുള്ള സാധ്യതയുണ്ടാവും. അന്യരെ സഹായിക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരിക്കും. സ്വന്തം കാര്യത്തിനായി ആരുടെ മുന്നിലും തല കുനിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാകില്ല. സ്വപ്രയത്നം കൊണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം ഇവർ കെട്ടിപ്പടുക്കും. ഇവർ അനാവശ്യമായ കൂട്ടുകെട്ടിൽ ചെന്ന് പെടാതെ ശ്രദ്ധിക്കണം. വിശാഖം നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് ബന്ധുഗുണവും സമ്പത്തും കുടുംബ ഐശ്വര്യവും ഉണ്ടാകും. ഇവരിൽ ഏറെക്കൂടും ധർമ്മനിഷ്ഠയുള്ളവരായിരിക്കും. ഈശ്വര വിശ്വാസികളായിരിക്കും. വ്രതാനുഷ്ഠാനങ്ങളിലും പുണ്യകർമ്മങ്ങളിലും താല്പര്യമുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ. ഇവർ ഒട്ടുമിക്ക സമയങ്ങളിൽ ഇവർ വാക്കുകളിൽ മിതത്വം പാലിക്കുന്നവരാണ്. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇവരെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാറുണ്ട്. തുലാം രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള സമയമാണ്. 4ഉം 5ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് 5ൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ മനോധൈര്യത്തെ വർദ്ധിപ്പിക്കും. ഉള്ളവർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണമുണ്ടാകും. സന്താനങ്ങൾ കൊണ്ടുള്ള ഐശ്വര്യം ഉണ്ടാകും. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുകയോ
അവരുടെ വിവാഹം നടക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് എടുക്കാവുന്നതാണ്. കൂടാതെ വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്കോ വസ്തു വാങ്ങാൻ താല്പര്യമുള്ളവർക്കോ അതിലേക്ക് ഇറങ്ങാം. 6ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പൻ അനുകൂല സമയമാണ്. സർപ്പൻ അനുകൂലമാണ്, രാഹു അനുകൂലമാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തീർച്ചയായിട്ടും തുലാം രാശിയിലേക്ക് ദൃഷ്ടിയുള്ളതുകൊണ്ട് സമ്പത്തുണ്ടാവും, ഐശ്വര്യമുണ്ടാകും, കൂടുതൽ മേന്മ ഈ രാശിക്കാർക്ക് ഉണ്ടാകും. അടുത്ത വ്യാഴമാറ്റവും ഇവരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. അടുത്ത വ്യാഴമാറ്റ സമയത്തും ഇവർക്ക് ലാഭസ്ഥാനം ഗുണകരമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചിലവ് അല്പം അധികരിക്കും അടുത്ത വ്യാഴമാറ്റത്തിൽ, പക്ഷേ ധനം ധാരാളമായിട്ട് വന്നു ചേരും. അതുകൂടാതെ ഈ രാശിയുടെ 4ാം ഭാവത്തിലേക്കുള്ള ഒരു ദൃഷ്ടി വ്യാഴത്തിന് വരുന്നതുകൊണ്ട്, മെയ് മാസത്തിന് ശേഷം വരുന്നതുകൊണ്ട് ഇപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളത് തുടങ്ങിയാൽ അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി അത് പൂർത്തിയാക്കാനും സാധിക്കും. വ്യാഴമാറ്റം കൊണ്ട് ധനം വരവ്, വീടുണ്ടാവാനുള്ള യോഗം, വാഹനമുണ്ടാവാനുള്ള യോഗം, കുറച്ച് ധനച്ചെലവ്, ഇതൊക്കെ തുലാം രാശിക്കാരെ അല്ലെങ്കിൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകും. ഈ രാശിക്കാരെ സംബന്ധിച്ച് കേതുവാണ് ഒരല്പം ധനച്ചെലവിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്. പക്ഷേ മോക്ഷകാരകനായിട്ടുള്ള കേതു 12ൽ സഞ്ചരിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള അല്ലെങ്കിൽ പുണ്യപ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള, അനാഥാലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനച്ചെലവാണ് ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാകുന്നത്. ധനം അധികമരിച്ചു വരികയും അനാഥാലയങ്ങൾക്കും ധർമ്മപ്രവർത്തികൾക്കും ആരാധനാലയങ്ങൾക്കും ദാനം ചെയ്യാനുള്ള മനസ്സും ഈ രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി ബുദ്ധിപരമായിട്ട് 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ തീർച്ചയായിട്ടും തൃപ്തിപ്പെടുത്തി ശാസ്താവിനെ കാര്യമായിട്ട് പ്രാർത്ഥിച്ച് 7ാം ഭാവത്തിൽ നിൽക്കുന്ന വിഷ്ണു ഭഗവാനെ, അതായത് വ്യാഴത്തിന് കാര്യമായിട്ട്, സർവേശ്വരകരനായിട്ടുള്ള വ്യാഴത്തിന് കാര്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള മാറ്റം തുലാം രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. വൃശ്ചികക്കൂർ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്നതാണ് വൃശ്ചികം രാശി. അതിൽ അനിഴം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം. പൊതുഫലമാണ്, നക്ഷത്രഫലമാണ്. ശനി ദശയിലാണ് ഇവരുടെ ജനനം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ ധനഹീനരും വാക് സാമർഥ്യമുള്ളവരും ആയിരിക്കും. സ്വന്തം പ്രയത്നം കൊണ്ട് ധനം ഉണ്ടാക്കുന്നവരുമായിരിക്കാം ഏറിയ കുറവ്. കുറച്ച് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഇവരിലുള്ള ആൾക്കാർ പൊതുവെ. എന്നാൽ നീതിവാന്മാരായ ഇവർക്ക് മനസ്സുഖം കുറവുമായിരിക്കും. സഹോദര ഗുണം കുറഞ്ഞിരിക്കും. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് ബന്ധുഗുണം ഉള്ളവരും സ്വഭാവശുദ്ധി ഉള്ളവരുമായിരിക്കും. പ്രസന്നമായിട്ടുള്ള മുഖഭാവത്തോടു കൂടിയ അനിഴ നക്ഷത്രക്കാരെയാണ് കാണാൻ കഴിയുന്നത്. കലാവാസന ഇവരിലുണ്ടാകും. കുടുംബജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും ഏറിയ കുറവും. ഇവർ മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറുള്ള കഴിവുണ്ടായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് നാഡീഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നട്ടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതിൻ്റെ ബലക്ഷയങ്ങളും പൊതുവെ കണ്ടുവരാറുണ്ട്. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. ബുധദശയിലാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജനനം. ധർമാനുഷ്ഠാനങ്ങളിൽ അതീവ താല്പര്യമുള്ളവരാണിവർ. ആരെയും വലിപ്പ ചെറുപ്പം നോക്കാതെ ബഹുമാനിക്കുന്ന സ്വഭാവം ഇവരിലുണ്ടാവും. ഇവരിൽ ഏറിയ കൂറവും കോപശീലം ഉണ്ടായിരിക്കും. ദേഷ്യം മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും ഇതിലേറിയ കൂറും. ബുദ്ധിശക്തി ഉണ്ടായിരിക്കും. മറ്റുള്ളവരോട് ഉപദേശം നടത്താൻ തക്കമുള്ള പ്രാപ്തിയും അറിവും ഇവർക്കുണ്ടായിരിക്കും. രഹസ്യങ്ങൾ, അതീവ രഹസ്യങ്ങൾ പോലും വളരെ നന്നായിട്ട് സൂക്ഷിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. എന്നാൽ എല്ലാവരോടും എന്തും തുറന്നു പറയുന്ന സ്വഭാവവിശേഷിയും ഇവർക്കുണ്ടാകും.
തൊഴിൽ മേഖലയിലുള്ള ഉയർച്ചയാണ് ഇവരിൽ ഏറിയ കുറേ ആൾക്കാർക്കും കാണാറുള്ളത്. തൃക്കേട്ട നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് അത്ര ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാറില്ല. സൗന്ദര്യമുള്ളവരായിരിക്കും, സത്യസന്ധതയുള്ളവരായിരിക്കും, വാക്ചാതുര്യങ്ങൾ ഉള്ളവരായിരിക്കും, കലയിൽ താല്പര്യമുള്ളവരായിരിക്കും. പക്ഷേ ദാരിദ്ര്യദുഃഖം ചിലർ അനുഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബന്ധഗുണമുള്ള ഉണ്ടാവുമെങ്കിലും അത് വേണ്ട വിധം പ്രയോഗിക്കാൻ നമുക്ക് കഴിയാറില്ല. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ കഴിയാറില്ല. കുടുംബത്തിൽ അസ്വാരസ്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നിലനിൽക്കും. ഇവർ ഈശ്വര വിശ്വാസികളും ആയിരിക്കും. രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങളും നീർദോഷങ്ങളും ഇവരെ പിടിപെടാറുണ്ട്. വൃശ്ചികം രാശിക്കാരുടെ 6ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലേശങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. മെയ് മാസത്തിലേക്കുള്ള 7ലേക്കുള്ള മാറ്റം തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാക്കും. വ്യാഴദൃഷ്ടി ഇവരുടെ 2ാം ഭാവത്തിലും അതുപോലെ തന്നെ 10ാം ഭാവത്തിലും ഉണ്ടെങ്കിൽ തന്നെയും അത് പൂർണ്ണമായിട്ടും ഗുണകരമാവണമെന്ന് നിർബന്ധമില്ല. 3ഉം 4ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 4 സഞ്ചരിക്കുന്നത് നല്ലതാണ്, ഗുണകരമാണ്. വീട് പോലുള്ള കാര്യങ്ങൾ, വീട് നിർമ്മാണമോ വസ്തു വാങ്ങലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്താം. 5ലെ സർപ്പനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സർപ്പം നിൽക്കുന്നത് മീനത്തിലാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം അതിനകത്തുണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു പ്രത്യേക ശ്രദ്ധ വൃശ്ചികം രാശിക്കാർ കൊടുക്കുന്നത് നല്ല, സന്താന കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വിവാഹകാര്യത്തിന് താല്പര്യമെടുക്കുന്നവർ തീർച്ചയായിട്ടും മെയ് മാസത്തിന് ശേഷം വിവാഹയോഗം ഉണ്ടാവും. അതിന് താല്പര്യമുള്ള അതിനുശേഷം ആ സമയങ്ങളിലൊക്കെ വിവാഹം നടത്താനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ഭാഗ്യസ്ഥാനം അനുകൂലമാണ്, കർമ്മസ്ഥാനം അനുകൂലമാണ്. ബാക്കി ഏകദേശം പല കാര്യങ്ങളും ഗുണകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. നാഗദൈവങ്ങളെയും ഗണപതിയെയും വിഷ്ണുവിനെയും കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ രാശിക്കാർക്ക് വളരെ ഉത്തമമാണ്. അടുത്ത ധനുക്കൂർ. മൂലവും പൂരാടവും ഉത്രാടത്തിക്കാലും അടങ്ങുന്നതാണ് ധനുക്കൂർ. ഇതിൽ കേതു ദശയിൽ ആണ് മൂലം നക്ഷത്രക്കാരുടെ ജനനം. മൂലം നക്ഷത്രത്തിലെ പുരുഷന്മാർ സുഖജീവിതത്തിൽ കൂടുതൽ താല്പര്യം ഉള്ളവരായിരിക്കും. അന്യരുടെ മുതൽ ലഭിക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട്. ഏകാഗ്രത കുറവുള്ള മനസ്സിൻ്റെ ഉടമകളുമായിരിക്കും ഇവർ. സൗമ്യ ശീലമുള്ളവരും ശാന്ത സ്വഭാവമുള്ളവരും ഇവരിൽ ഏറെ പൂർവ്വം കണ്ടുവരാറുണ്ട്. ഇവർ പണം ഇടപാട് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. മൂലം നക്ഷത്രത്തിലെ സ്ത്രീകൾ കാലദോഷം അനുഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള ദുരനുഭവങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് ഇവർക്ക് വരാറുണ്ട്. നിർബന്ധ ബുദ്ധിയോ അനാവശ്യമായിട്ടുള്ള പിടിവാശിയോ ഇവർ എടുക്കാൻ പാടില്ല. വാതരോഗങ്ങളും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇവരെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാറുണ്ട്. അടുത്ത പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ഇവരുടെ ജനനം. പൂരാടം നക്ഷത്രത്തിലെ പുരുഷന്മാർ വിനയശീലരും കീർത്തിമാന്മാരും തൊഴിലിൽ അഭിവൃദ്ധി നേടുന്നവരുമായിരിക്കും. അന്യദേശത്ത് വസിക്കുവാൻ താല്പര്യക്കുറവുള്ളവരും കലാപ്രവർത്തനത്തിലും വൈദ്യശാസ്ത്രത്തിലും മികവുള്ളവരുമായിരിക്കും. അന്യരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കും ഇവർ ഏറിയ പോകും. പക്ഷേ ഇവർക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത് മനോദുഃഖവുമായിരിക്കും. ഇവരിൽ ചിലർക്ക് അന്യധനം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് അന്യസ്വത്തും ഒക്കെ ഇവർക്ക് ലഭിക്കാം. മറ്റുള്ളവരെ ഉപദേശിക്കാൻ തക്കവണ്ണമുള്ള അറിവ് ഇവരിൽ ഏറിയ പൂർവ്വം ആൾക്കാർക്കും ഉണ്ടായിരിക്കും.
എന്നാൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ടും ഇവരിൽ ഏറിയപൂർവ്വം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പൂരാടം നക്ഷത്രത്തിലെ സ്ത്രീകൾ ബുദ്ധിമതികളും ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്നവരുമാണ്. നേതൃത്വ ഗുണവും ഈശ്വരഭക്തിയും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്കുണ്ടായിരിക്കും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇവരെ ബാധിക്കാതെ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഉത്രാടം നക്ഷത്രമാണ്. സൂര്യദിശയിലാണ് ഈ നക്ഷത്രക്കാരുടെ ജനനം. ഇവർ വിനയശീലരും ഹാസ്യരസപ്രിയരുമാണ്. ഇവർ വളരെ സഞ്ചാരപ്രിയരുമാണ്. മറ്റുള്ളവരോട് വളരെ നന്നായിട്ട് ഇടപഴകാനുള്ള ശ്രമം ഇവർ പലപ്പോഴും നടത്തും. അതിൽ ചിലപ്പം വിജയിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ മറക്കാറില്ല. സ്വപ്രയത്നം കൊണ്ട് ഭൂരിഭാഗം പേരും ഉയർച്ചയിൽ വരുന്നവരാണ്. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ സൗന്ദര്യവതികളും പേരും പ്രശസ്തിയും നിലനിർത്തുന്നവരും ഉള്ളവരും ഉണ്ടാക്കുന്നവരും വിനയമുള്ളവരും സമ്പത്തുള്ളവരും കൃത്യനിഷ്ഠയും സദാചാരബോധമുള്ളവരും മനസ്സുഖം അനുഭവിക്കുന്നവരുമായിരിക്കും. ചില അഹങ്കാരികളായിട്ടുള്ള സ്ത്രീകളെയും ഇക്കൂട്ടത്തിൽ കാണാറുണ്ടെന്നർത്ഥം അതിലുണ്ട്. ചർമ്മരോഗങ്ങളും ഉദരരോഗങ്ങളുമായിട്ടുള്ള രോഗങ്ങൾ ഈ നക്ഷത്രക്കാരെ അലട്ടാറുണ്ട്. ധനുരാശിയിലെ 5-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. സന്തതി ഗുണമാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ മനസ്വസ്ഥതയും ഇതിലെടുത്ത് പറയാം. ഇതിൽ കൂടാതെ 2-3 ഭാവാധിപതിയായിട്ടുള്ള ശനി 3-ാം ഭാവത്തിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങൾക്കും ഗുണകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുമെന്നർത്ഥം. 4-ലെ സർപ്പനെയാണ് ഇവർ ഏറെ കൂറും ശ്രദ്ധിക്കേണ്ടത്. 4-ാം ഭാവം കൊണ്ടുള്ള, അതായത് സ്വന്തം ദേശം വിട്ട് പോവേണ്ട അവസ്ഥയോ സ്വന്തം വീട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. 4-ാം ഭാവം കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നർത്ഥം. ഇത് കൂടാതെ വ്യാഴ ദൃഷ്ടി ഈ രാശിയുടെ 2-ാം ഭാവത്തിൽ, ധനുരാശിയുടെ 2-ാം ഭാവത്തിൽ പ്രത്യേക ദൃഷ്ടി ഉള്ളതുകൊണ്ട് അതൊരു ഗുണമാണ്. ധനുരാശിയുടെ 11-ൽ വ്യാഴദൃഷ്ടി ഡയറക്റ്റായിട്ടുള്ളതും ഗുണമാണ്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനമാണ്, അവിടെ ഉള്ളത് ഗുണമാണ്. ഭാഗ്യസ്ഥാനത്ത് 9-ാം ഭാവത്തിൽ വ്യാഴദൃഷ്ടി ഉണ്ട്, അതും ഗുണമാണ്. ഇവയൊക്കെ ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ തന്നെ ഉണ്ടാക്കും. നാഗദൈവങ്ങളെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ധനുരാശിക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുന്ന സമയമാണ്. പക്ഷേ മെയ് മാസത്തെ വ്യാഴത്തിൻ്റെ മാറ്റം, 6-ാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. മാസഫലങ്ങൾ വരുമ്പോൾ അവയൊക്കെ ശ്രദ്ധിച്ച് നിരൂപണം ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഉള്ള വഴിപാടുകളൊക്കെ ആ സമയം കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇപ്പോൾ മിനിമം നാഗക്ഷേത്രങ്ങളിലെങ്കിലും ദർശനം നടത്തി, നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി, ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി, ചാമുണ്ഡി ദേവി അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ചാമുണ്ഡി ദേവിയെ ദർശനം നടത്തി ഒക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഈ രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള അവസ്ഥ, ഗുണം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അടുത്തതായി മകരൻ രാശി. ഉത്രാടത്തിൽ മുക്കാലവും തിരുവോണവും അവിട്ടത്തരയും ചേർന്നതാണ് മകരൻ രാശി. ഇതിൽ തിരുവോണം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. അവരുടെ അനുഭവങ്ങൾ കൂടി വിലയിരുത്താം. ചന്ദ്രദശയിലാണ് തിരുവോണം നക്ഷത്രക്കാർ ജനിക്കുന്നത്. ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർ ശാസ്ത്രജ്ഞാനം നേടുന്നവർ ബഹുമിടുക്കരാണ്. ഭാഗ്യമുള്ളവരായിരിക്കും, ധനമുള്ളവരാവും, സുഖജീവിതത്തിൽ താല്പര്യമുള്ളവരാവും, വളരെ വളരെ താല്പര്യമുള്ളവരാവും. ഭക്ഷണക്കാര്യത്തെക്കുറിച്ച് വളരെ താല്പര്യത്തോടെ സംസാരിക്കുകയും കഴിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇതിലേറെ കൂടും.
എന്ത് ജോലിയും ചെയ്യാനുള്ള സന്മനോഭാവം ഈ കൂട്ടർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സുന്ദരമായിട്ടുള്ള ശരീരവും ഇവർക്കുണ്ടാകും. എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചയൊക്കെ മാറി മാറി തിരുവോണം നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ ഇവിടെയുണ്ട്. സർക്കാർ ജോലികളിൽ ഏറെ സാധ്യതയുള്ള ജാതകമായിരിക്കും ഇവരുടേത്. തിരുവോണം നക്ഷത്രത്തിലെ സ്ത്രീകൾ ധർമാദികളിൽ വളരെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കും. ദാനധർമാദികൾ ചെയ്യുന്നവരായിരിക്കും. ഐശ്വര്യ ധനക്ഷേമം ഇവർക്കുണ്ടായിരിക്കും തന്നെയായിരിക്കും. കുടുംബ ജീവിതത്തിൽ ഇവർ എളിമയ്ക്ക് ഒരു പ്രഥമ സ്ഥാനം കൊടുക്കുന്നവരായിരിക്കും. ഇവരുടെ കുടുംബജീവിതം ഏറെക്കുറെ ശുഭകരവും ആയിരിക്കും. ശാരീരികമായ ബലഹീനതകളും നട്ടെല്ല് ബലക്ഷയവുമൊക്കെയാണ് ഈ കൂട്ടരെ പൊതുവെ അലട്ടാറുള്ളത്. അടുത്തതായിട്ട് അവിട്ടം നക്ഷത്രം. ചൊവ്വാദശയിലാണ് അവിട്ടം നക്ഷത്രക്കാർ ജനിക്കുന്നത്. ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർ സംസാരപ്രിയരും ആരോടും എടുത്തടിച്ചതുപോലെ സംസാരിക്കുന്നവരുമായിരിക്കും. നേതൃത്വ വാസന ഇവർക്കുണ്ടായിരിക്കും. വിദേശ വാസത്തിന് താല്പര്യം ഏറിയ പേർക്കുണ്ട്. സംഗീതം, കലകൾ ഇവയിൽ താല്പര്യമുള്ളവരും ഈ കൂട്ടത്തിലുണ്ടായിരിക്കും. കാര്യതടസ്സം, എല്ലാ കാര്യങ്ങൾക്കും കാര്യതടസ്സം ഇവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് അഹിതമായിട്ട് പ്രവർത്തിക്കാൻ ഇവർ താല്പര്യപ്പെടുകയുമില്ല. ഇവർ വിശ്വസിക്കുന്നവരിൽ നിന്നും ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ സൂക്ഷിക്കുന്നതിൽ ഇവർ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. മിക്കവരുടെയും കുടുംബ ജീവിതം നല്ല രീതിയിൽ ശോഭനമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അവിട്ടം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ സൗന്ദര്യം ഉള്ളവരും ഈശ്വരവിശ്വാസമുള്ളവരും എന്ത് ജോലിയും ചെയ്യാൻ താല്പര്യവും ആയിരിക്കും. ചെറിയ രീതിയിലുള്ള ആരോഗ്യക്കുറവ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് കണ്ടുവരാറുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും പൊതുവെ കാണാറുണ്ട്. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇരു കൂട്ടർക്കും ഉണ്ടാവാറുണ്ട്. ഒടിവ് ചതവുകൾക്കുള്ള സാധ്യതകളും ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഉണ്ടാകാറുണ്ട്. ഈ രാശിയിലെ മകരം രാശിയിലെ 3-ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുന്നു. 1-ഉം 2-ഉം ഭാവാധിപതിയായിട്ടുള്ള മന്ദൻ, അതായത് ശനി 2-ാം ഭാവത്തിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ധനമുണ്ടാവും. 4-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. അതേ വ്യാഴം അടുത്ത മെയ് മാസത്തോടുകൂടി 5-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ ഉള്ള സമയമാണിതെന്നർത്ഥം. 3-ലെ സർപ്പനും സഹായ സ്ഥാനാധിപതിയാണ്. പൊതുവെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക്, പൊതുവെ ഈ രാശിക്കാർക്ക്, അതായത് മകരം രാശിക്കാർക്ക് അനുഭവിക്കാൻ ഇടയുള്ളത്. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് മുന്നോട്ട് പോയാൽ കുറച്ച് കടമൊക്കെ ഉള്ളവർക്ക് അത് കടമൊക്കെ തീർക്കാനുള്ള സാധ്യതയുണ്ടാവും. വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്കുള്ള സാധ്യതകൾ തെളിയും. സന്താനങ്ങൾക്കുള്ള വിദ്യാഭ്യാസത്തിന് മുന്നിട്ട് ഇറങ്ങുന്നവർക്ക് ആ വിദ്യാഭ്യാസം, അവരുടെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയും. ഇനി മകരം രാശിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനം പൂർത്തീകരിക്കാൻ, നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള സമയമാണ്. ഇതാണ് ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഉന്നത പഠനത്തിനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും തെളിഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. വിവാഹാധികാരങ്ങൾ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സാധ്യത തീർച്ചയായിട്ടും തെളിയും. ഈ 8-ാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി തീർച്ചയായിട്ടും ഇവരുടെ കടബാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കും. ശത്രുക്കളെയൊക്കെ ജയിക്കാനും ആവും.
പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി തീർച്ചയായിട്ടും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണപരമായിട്ട് തന്നെ തീരും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങാം. തീർച്ചയായിട്ടും മകരം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. അടുത്തതായി കുംഭക്കൂർ. അവിട്ടത്തരയും ചതയും പൂരുട്ടാതി മുക്കാലും അടങ്ങുന്നതാണ് കുംഭക്കൂർ. അതിൽ ചതയം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം, പൊതു രീതികളൊക്കെ നോക്കാം. രാഹു ദശയിലാണ് ചതയം നക്ഷത്രക്കാരുടെ ജനനം. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സംസാരശീലരും പണം അനാവശ്യമായി ചിലവാക്കുന്നവരും ആയിരിക്കും, കുറച്ച് പേരെങ്കിലും. രാഷ്ട്രീയ നേതാക്കളും അഭിനയത്തിൽ താല്പര്യമുള്ളവരും ഈ കൂട്ടത്തിൽ പെടാറുണ്ട്, ഈ നക്ഷത്രത്തിൽ പെടാറുണ്ട്. എഴുതുവാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. അതിസാമർഥ്യം ഇവരുടെ മുഖമുദ്രയാണ്. ഇവർ കൂടുതലായിട്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ട്. കുടുംബജനങ്ങളെ കൊണ്ടുള്ള ദോഷം ഏറെയും അനുഭവിക്കുന്നതാണ് ഇതിലേറിയ പൂർവ്വം ആൾക്കാരും. വളരെ പെട്ടെന്ന് കോപമുള്ളവരും ഉണ്ടാകുന്നവരും പെട്ടെന്ന് തന്നെ തണുക്കുന്നവരുമാണിവർ. ഇത് ഇവരുടെ ജീവിതത്തിന് വളരെ ദോഷകരമായിട്ട്, ഈ കോപം വളരെ ദോഷകരമായിട്ട് ഇവരെ ബാധിക്കാറുണ്ട്. ഇവർക്ക് സ്ഥായിയായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാകാറില്ല. ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ പോലെ തന്നെ നിർഭാഗ്യാവസ്ഥയും അനുഭവിക്കേണ്ടതായിട്ട് ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട്. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ മുൻകോപമുള്ളവരും ഈശ്വര ഭക്തി ഉള്ളവരും സജ്ജന സഹവാസമുള്ളവരും അല്പസ്വല്പം ആരോഗ്യക്കുറവുള്ളവരും നല്ല വിവേകമുള്ളവരും നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് ആയിരിക്കും. ഈ നക്ഷത്രത്തിലെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഞരമ്പ് രോഗങ്ങളും ദന്ത സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമൊക്കെ അലട്ടാറുണ്ട് ഇവരെ. അടുത്തതായിട്ട് പൂരുട്ടാതി നക്ഷത്രം. വ്യാഴദശയിൽ ആണ് പൂരുട്ടാതി നക്ഷത്രക്കാർ ജനിക്കുന്നത്. ജന്മദേശത്ത് താമസിക്കുവാൻ താല്പര്യം ഉള്ളവരാണ് ഇതിൽ അധികവും. സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നവർ ഇവരിൽ അധികം ആൾക്കാരെ കാണാറുണ്ട്. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപഭാവം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാറുണ്ട്. എഴുത്തു മേഖലയിലും അധ്യാപക വൃത്തിയിലും അഭിഭാഷക മേഖലയിലും ഇവർ ശോഭിക്കാറുണ്ട്. ജനസേവകരായിട്ട് മാറുന്നതിലും ഇവർക്ക് താല്പര്യം കാണിക്കാറുണ്ട്. അങ്ങനെ മാറുന്നവരുമുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ്, അന്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്ത്രീകൾക്ക് വിദ്യാഗുണവും, ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഗുണവും സമ്പത്തും കുലശ്രേഷ്ഠതയും ഉണ്ടായിരിക്കും. കുടുംബ ഭരണ സാമർഥ്യം ഇവർ ഏറ്റെടുക്കാറുണ്ട്. കുടുംബഭരണം ഏറ്റെടുക്കാറുണ്ട്. അത് സാമർഥ്യം ഉണ്ടാകാറുണ്ട്, വിജയിക്കാറുണ്ട്. സൗന്ദര്യമുണ്ടായിരിക്കും. പക്ഷേ വാദ സംബന്ധമുള്ള അസുഖങ്ങളും രക്തദോഷം പോലെയുള്ള അസുഖങ്ങളും ഉദരരോഗങ്ങളും ഇവരിൽ ചിലരെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാറുണ്ട്. കുംഭൻ രാശിയുടെ 2ാം ഭാവത്തിലാണ് ഇപ്പോൾ സർപ്പം സഞ്ചരിക്കുന്നത്. ഈ രാശിക്കാർക്ക് രാഹു കേതുക്കളും കൂടാതെ വ്യാഴവും അനുകൂല സ്ഥാനത്തല്ലെന്നർത്ഥം. ഈ 3 ഗ്രഹങ്ങളും ഇപ്പോൾ അനുകൂല സ്ഥാനത്തല്ല. ഇതിൽ ശനി മാത്രമേ അല്പസ്വല്പം അനുകൂലനെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ശനി ആ രാശിയുടെ അധിപനും 12ാം ഭാവാധിപതിയാണ്. ശനിയും അല്പസ്വല്പം ചിലവൊക്കെ വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. പൊതുവേ 4 ഗ്രഹങ്ങളും പൂർണ്ണമായിട്ടും അനുകൂല സ്ഥാനത്തല്ല കുംഭൻ രാശിയുടെ. 2ലെ സർപ്പനെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളാക്കി മാറ്റാൻ ശ്രമിക്കരുത്. ധനകാര്യങ്ങളിൽ ക്ലേശമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധനം വളരെ സൂക്ഷിച്ച് കണ്ട് തന്നെ ചിലവഴിക്കുക. അനാവശ്യമായിട്ടുള്ള പലിശ വിഷയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ചെന്ന് ചാടാതിരിക്കുക. വായ്പ എടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക.
വ്യാഴം അനുകൂലമല്ല, ധനകാരകനായിട്ടുള്ള വ്യാഴവും അനുകൂലമല്ല. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നേ ഉള്ളൂ. അത് 4-ലേക്കുള്ള മാറ്റം ഉണ്ടായാൽ കുറച്ച് മാറ്റം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വിവാഹാദി കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നടക്കാനുള്ള സാധ്യത ഉണ്ടാവും. ഇതുകൂടാതെ അഷ്ടമത്തിലെ കേതുവിനെ ശ്രദ്ധിക്കണം. കേതു നമുക്ക് അപവാദങ്ങൾ ഉണ്ടാക്കാനുള്ള പര്യാപ്തമാണ്, മുറിവ് ചതവുകളൊക്കെ ഉണ്ടാക്കാനുള്ള പര്യാപ്തമാണ്. വളരെ ശ്രദ്ധിച്ച് ഈ രാശിക്കാർ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ശാസ്താവ്, വിഷ്ണു, ഗണപതി, നാഗദൈവങ്ങൾ, ഈ ദേവതയൊക്കെ കാര്യമായിട്ട് പ്രാർത്ഥിച്ച് ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കൂടാതെ അടുത്ത ഒരു വർഷക്കാലം മാസാമാസമുള്ള ഫലങ്ങൾ കൂടി വിലയിരുത്തി അവരവരുടെ ജാതകത്തിലുള്ള ദശയോ അപകാരകാലങ്ങളും ഒക്കെ വിലയിരുത്തി കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ രാശിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏത് സാഹചര്യത്തിൽ നല്ല രീതിയിലും കുറച്ച് പ്രശ്നമായിട്ടും ഒക്കെ ജീവിക്കുന്നവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം ഈ രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. വീട് പണി നടക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള യോഗം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ വിവാഹ കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും സാധ്യതയുണ്ടാവും. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം. പൂരുട്ടാതിക്കാലം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്നതാണ് മീനക്കൂർ. ഇതിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവിശേഷം എങ്ങനെയാണെന്ന് നോക്കാം. ശനിദശയിലാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജനനം. ഇവർ നല്ല അറിവുള്ളവരും വിദ്യ പകർന്നു കൊടുക്കുന്ന ശേഷിയുള്ളവരും വിനയശീലരും ദാനധർമാദികളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. എന്നാൽ ചിലർ ലുബ്ധമായിട്ടുള്ള സ്വഭാവവും പ്രകടിപ്പിക്കാറുണ്ട്. ഭാഗ്യവും ധനനേട്ടവും ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരുടെ കൂട്ടത്തിലാണിവർ. സഹകരണ മനോഭാവം ഇവർക്കുണ്ടായിരിക്കും. നല്ലതുപോലെ ആൾക്കാരുടെ പെരുമാറാനും ഇവർക്കറിയാം. കുടുംബസ്വത്തുക്കൾ ലഭിക്കുന്നവരായിരിക്കും ഏറിയ കൂടും. എന്നാൽ അവയൊക്കെ ഉപേക്ഷിച്ച് ജന്മദേശം വിട്ട് അന്യദേശത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് ഈ കുടുംബസ്വത്തുക്കളൊക്കെ വ്യക്തമായിട്ട് വിനിയോഗിക്കാത്ത ആൾക്കാരെയും കാണാറുണ്ട്. വളരെ കോപം ദേഷ്യം അധികരിച്ചുള്ള ആൾക്കാരെ ഇതിൽ കാണാറുണ്ട്. എന്നാൽ ഇവരുടെ ചില പ്രവൃത്തികൾ ആരോടും തന്നെ അധികമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. വിശ്വാസം ഇവർ മറ്റുള്ളവരുടെ അമിതമായിട്ട് വിശ്വസിക്കാൻ ഇടയാവരുത്. അത് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാക്കും. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് മാന്യമായിട്ട് പെരുമാറാനറിയാം. സന്താനഭാഗ്യം ഉണ്ടാവും, മനഃശുദ്ധി ഉണ്ടാവും, കർമ്മ കുശലതയുണ്ടാവും, അതേപോലെ കുടുംബസ്നേഹവും ഉണ്ടാകും, ത്യാഗ മനോഭാവവും ക്ഷമയും ഇവരിൽ ഉള്ളവരായിരിക്കും. ഔദ്യോഗിക രംഗത്ത് ഇവർ നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാൻ സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വായു വാത രോഗങ്ങളും അലട്ടാറുണ്ട്. അടുത്തതായിട്ട് രേവതി നക്ഷത്രം. ബുധദശയിലാണ് രേവതി നക്ഷത്രക്കാർ ജനിക്കുന്നത്. രേവതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സൗന്ദര്യമുള്ളവരും ബുദ്ധിസാമർഥ്യമുള്ളവരും സ്ത്രീകൾക്ക് പ്രിയനായിട്ടിരിക്കുന്നവരുമാണ്. പ്രതാപശാലികളുമായിരിക്കും ഇവർ പലരും. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും വിശ്വാസവും ഇവർ ആർജിക്കും. എന്നാൽ ഇവർ മറ്റുള്ളവരടുത്ത് സ്നേഹപ്രകടനങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ പരിമിതമായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയുള്ളൂ. തൊഴിൽ വിജയം ഇവർ ഏറെ കുറേ ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ശാസ്ത്രജ്ഞാനങ്ങളിലും കലകളിലും ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കും.
അറിവുണ്ടായിരിക്കും, ചിലർക്ക് അല്പം ദേഷ്യം ഉണ്ടായിരിക്കും, അടിയുറച്ച ഈശ്വര വിശ്വാസികളുമായിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവാനുഗ്രഹം ഇവർക്ക് കൂടെ ഉണ്ടാകും. കുടുംബജീവിതം ഇവർക്ക് വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് സൗന്ദര്യമുള്ളവരും മാന്യത പുലർത്തുന്നതും ഈശ്വര വിശ്വാസികളും വ്രതാനുഷ്ഠങ്ങൾ താല്പര്യമുള്ളവരും ആയിരിക്കും. സഹകരണ മനോഭാവവും സന്താനഭാഗ്യവും കുടുംബ ജീവിത സ്വസ്ഥതയും ഇവർക്കുണ്ടായിരിക്കും. സ്ത്രീകളുടെ ഈ നക്ഷത്രക്കാരിൽ പൊതുവെ തന്നെ ശിരോരോഗങ്ങളും രക്തസമ്മർദ്ദങ്ങളായിട്ടുള്ള അസുഖങ്ങളും ഇവരെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാറുണ്ട്. ഇപ്പോൾ മീനം രാശിയിൽ തന്നെയാണ് സർപ്പൻ സഞ്ചരിക്കുന്നത്. 2ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണം തന്നെയാണ്. പക്ഷേ രാഹു കേതുക്കളും ശനിയും ഈ രാശിക്കാരെ സംബന്ധിച്ച് അനുകൂല സ്ഥാനത്തല്ല. 11ഉം 12ഉം ഭാവാധിപതിയായിട്ടുള്ള ശനി 12ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലമായിട്ട് സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ധനവ്യയം ഉണ്ടാവും. നിക്ഷേപിച്ച ഡെപ്പോസിറ്റുകൾ തന്നെ എടുത്ത് ചിലവഴിക്കേണ്ട അവസ്ഥകൾ തീർച്ചയായിട്ടും ഈ രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2ാം ഭാവത്തിലെ വ്യാഴം ധനം കൊണ്ട് തരുമെങ്കിലും ഒരു വശത്തുകൂടി ധനം ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ധനച്ചെലവുള്ളവർ മറ്റ് ചിലവൊന്നും പ്രതീക്ഷിക്കാത്തവർ വസ്തു വാങ്ങുകയോ വീട് വയ്ക്കുകയോ ചെയ്താൽ ആ ചിലവ് അങ്ങനെ തന്നെ നികത്താൻ കഴിയുമെന്നർത്ഥം. സന്താനങ്ങളുടെ കാര്യത്തിൽ അവർക്കൊരു ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് അത് ചിന്തിച്ച് കൊണ്ടുപോവുക. കാരണം സർപ്പനും കേതുവും നിൽക്കുന്ന രാശികൾ, 7 കേതുവാണ് നിൽക്കുന്നത്. അതൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ജാതകത്തിൽ ബുധനും കൂടി ബലവാനാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാം. ഈ രാശിയിലെ 7ാം ഭാവത്തിലേക്കും ഉള്ള ബുധൻ്റെ അവസ്ഥ പോലെ ഇരിക്കും ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം. 8ലുള്ള വ്യാഴ ദൃഷ്ടി, മീനൻ രാശിയുടെ 8ലുള്ള വ്യാഴ ദൃഷ്ടി ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാക്കും. ശത്രുക്കളിൽ നിന്നുള്ള ജയവും മറ്റ് കേസ് വഴക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മോചനവുമൊക്കെ ഇതിൽ നിന്നും ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാക്കും. കൂടാതെ 10ാം ഭാവത്തിൽ തൊഴിൽ സ്ഥാനത്തേക്കുള്ള വ്യാഴദൃഷ്ടിയും തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. ആ 3ാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം, അവയുടെ ദൃഷ്ടികൾ മാത്രമേ ഈ രാശിക്കാർക്ക് ഗുണകരമായിട്ട് വരൂ. വ്യാഴമാറ്റം പൂർണ്ണമായിട്ടും ഗുണകരമായിട്ട് വരില്ല. മേൽപ്പറഞ്ഞതിൽ 7ാം ശനിയുടെ കാലഘട്ടം തുടക്കമായ രാശിക്കാരിൽ ഒന്നാണ് മീനൻ രാശിക്കാർ. തീർച്ചയായിട്ടും ശാസ്താപ്രീതി നടത്തുന്നത് നല്ലതായിരിക്കും. സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ കേതുവിന് വേണ്ടിയിട്ട് ഗണപതിയോ ചാമുണ്ഡി ദേവിയോ ഒക്കെ പ്രാർത്ഥിക്കുന്നതും തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഈ രാശിക്കാർ പൊതുവെ അവരവരുടെ ജാതകം വ്യക്തമായി പരിശോധിച്ച് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. മേൽപ്പറഞ്ഞവയെല്ലാം പുതുവർഷ ഫലങ്ങളാണ്. ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും പുതുവർഷം നന്നായിട്ട് ഇരിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും ഈ പ്രവചനം നിർത്തുന്നു. നന്ദി, നമസ്കാരം.